തരൂരിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ തരൂർ രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടേതായ രീതിയിലാണ് പോകുന്നത്. രണ്ടാമത് ഇയാളൊരു വലിയ പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. മറ്റ് തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരന് സങ്കല്പിക്കാൻ പറ്റാത്തത്രയും വേറൊരു സ്റ്റേച്ചറുള്ള ആളാണ്. അത് ഈ ഇടത്തരക്കാരുടെ ഇടയിൽ, വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ, പട്ടണങ്ങളിൽ താമസിക്കുന്നവർ, കേരളത്തിൽ നമ്മൾ മിക്കവാറും പട്ടണങ്ങൾ അല്ലെങ്കിൽ നഗരപ്രാന്തങ്ങളിൽ താമസിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. സെക്കൻഡിസ്റ്റ് പിണറായി വിജയൻ വളരെ ക്രൂഡായിട്ടുള്ളൊരു നേതാവാണ്. മനസ്സിലായി? അപ്പോൾ ആളുകൾ കുറേ കൊണ്ട് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, UN-ലൊക്കെ വലിയ ഉദ്യോഗം ഭരിച്ചിട്ടുള്ള, വലിയ ബിരുദം നേടിയിട്ടുള്ള, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന, ഇംഗ്ലീഷും മലയാളം, അപ്പോൾ അങ്ങനെ പിന്നെ വളരെ സുന്ദരമാണല്ലോ. ഈ ജനസംഖ്യയുടെ 50% വരുന്ന വിഭാഗത്തിൻ്റെ വോട്ട് പുള്ളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇപ്പോൾ തരൂർ വരികയാണെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാകും എന്ന് ഇവിടെയുള്ള ചില ആളുകൾ തിരിച്ചറിഞ്ഞു. തരൂർ തന്നെ ആവണമെന്നില്ല. തരൂർ ഇനി കേരള മുഖ്യമന്ത്രികളെ ധരിച്ച് അങ്ങനെ ഇറങ്ങുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെയുള്ള ചില ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ അസന്തുഷ്ടരായ ആളുകൾ, അതെ, അതുപോലെയുള്ള മറ്റ് ആളുകളുണ്ടല്ലോ, ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ശരിയാവില്ല, പിണറായി വിജയൻ ഇനി ചന്ദ്രതാരം ഇവിടെ ഭരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ആളുകൾ, അവരുടെ താല്പര്യപ്രകാരം ആയിരിക്കണം. ഇത്രയും ആളുകളെ ഒറ്റ അടിക്ക് കൂടെ നിർത്തണ്ടേ? അദ്ദേഹം സാധാരണഗതിയിൽ ഇപ്പോൾ പാണക്കാട്ട് ചെല്ലുന്നു, കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കുന്നു, തങ്ങൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് പുള്ളി പെരുന്നേൽ വരുമ്പോൾ സാധാരണയിൽ അങ്ങോട്ട് കയറ്റ് പോലും ചെയ്യില്ല. ഇപ്പോൾ പെരുന്നേൽ ചെന്നാൽ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കണമെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞാൽ എന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പുള്ളി വാതിലടച്ച് പോയിക്കളയും. അവിടെ ഒരു ബഹുമാന്യ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇരുത്തുന്നു. അതെങ്ങനെ സംഭവിച്ചു? അത് കഴിയുമ്പോൾ ക്ലിമിസ് കാതോലിക്ക ബാവ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നമ്മുടെ തൃതീയൻ കാതോലിക്ക പുള്ളി സ്വീകരിക്കുന്നു. ഇപ്പോൾ പുത്തൻകുരിശി പോയാൽ അവിടെ സ്വീകരിക്കും. കണിച്ചുകുളങ്ങരയിൽ ചെല്ലാത്തതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഒരു ഈർഷ്യ. ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പരിഭവമൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ ഈ സാമുദായിക ശക്തികളുടെ പിന്തുണ അത് മാത്രമല്ല, അതിനേക്കാളുപരി മറ്റു തരത്തിലുള്ള സ്വീകാര്യത പുള്ളിക്കുണ്ട്. അപ്പോൾ ഇതൊരു ഷോ ഓഫ് സ്ട്രെങ്ത്താണ്. ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്ക് സ്വീകരണം കിട്ടും. AP സുന്നിയും EK സുന്നിയും അദ്ദേഹത്തെ സ്വീകരിക്കും. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കും. അങ്ങനെ ഒരു വലിയ മതത്തിനും സമുദായത്തിനും അതീതമായ ഒരു പിന്തുണ പുള്ളിക്ക് കിട്ടും എന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക. ഇത് ഞാനീ നേരത്തെ പറഞ്ഞ ശക്തികളുണ്ടല്ലോ, ഈ UDF-നെ തിരിച്ചുകൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവർ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്, സമുദായ ശക്തികൾക്കും സമുദായ സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ശശി തരൂർ വെറുതെ ഞാൻ ശശി തരൂരാണെന്ന് പറഞ്ഞ് പെരുന്നേലേക്ക് എന്നാൽ പുള്ളി മൈൻഡ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ദേവലോകത്തിൽ എന്നാലും മൈൻഡ് ചെയ്യില്ല. ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്, പ്ലാൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാർക്കൊക്കെ ഇപ്പോൾ ഫീൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ 2026 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തരൂരെന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലെത്തിക്കണം. അത് അതിൽ കാര്യമില്ല. ഇവിടെ ഏതാ കോൺഗ്രസ്? ഇവിടെ ഇല്ലാത്ത സാധനം കോൺഗ്രസ് ആണല്ലോ. അല്ല, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് തരൂർ എന്ന് പറഞ്ഞാൽ ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറായിട്ട് എമർജി ചെയ്ത് പോരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഫീൽഡ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ തരൂർ ഗ്രൂപ്പ്, തരൂർ വിരുദ്ധ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. A ഗ്രൂപ്പ് I ഗ്രൂപ്പൊക്കെ പോകും. അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ബാരിയേഴ്സൊക്കെ പോയിട്ട് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, തരൂരിനെ എതിർക്കുന്നവർ, തരൂരിനെ സപ്പോർട്ട് ചെയ്യാത്തവർ എന്ന രീതിയിൽ CPM-നകത്ത് വരും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ തരൂരിൻ്റെ അടുത്തേക്ക് തള്ളിക്കയറാനാകുമ്പോൾ കോൺഗ്രസ്സുകാരുള്ള മക്കൾ, പ്രവർത്തകരൊക്കെ പുള്ളിയുടെ ഭാഗത്തേക്ക് പോകും. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPM-ൽ VS ഗ്രൂപ്പ്, പിണറായി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് VS-ന് കിട്ടിയ പോലത്തെ ഒരു സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ, അഴിമതിക്കെതിരായ കുരിശുദ്ധത്തിൻ്റെ പടനായകൻ സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി വികസന നായകൻ എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമായിട്ട് ശശി തരൂർ കേരളത്തിൻ്റെ ഏകരക്ഷകൻ. കരുണാകരനും ഉമ്മൻചാണ്ടിയൊക്കെ വെച്ചാൽ വട്ട് കളിക്കുന്ന കാലത്ത് തൊട്ട് കോൺഗ്രസ് പ്രവർത്തകരായിട്ട് വന്ന് കോൺഗ്രസ്സിന് ഒരുപാട് ഫൈറ്റ് ചെയ്ത് ലീഡർഷിപ്പിൽ വന്നവരാണ്. അവർക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, പ്രവർത്തകരായിട്ട് ബന്ധമുണ്ട്, മാസ് ലീഡേഴ്സാണ്. തരൂരിന് അങ്ങനെ ആവാൻ പറ്റില്ല. ഇനിയുള്ള കാലത്ത് നമുക്ക് അങ്ങനത്തെ ലീഡേഴ്സിനെ പ്രതീക്ഷിക്കാനും പറ്റില്ല, കോൺഗ്രസ്സിൽ പ്രത്യേകിച്ചു.
അതൊക്കെ വലിയ ചോദ്യമാണ്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത വി എസ് അച്യുതാനന്ദൻ എങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നുള്ള? അതെ, അല്ല അതൊക്കെ പുള്ളി അല്ല ആർത്തതില്ല. പ്രതിപക്ഷ നേതാവായിരുന്നു മുഖ്യമന്ത്രിയാണെന്ന് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പുള്ളി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നത്. കാരണം ബിരുദന്മാരായിരുന്നല്ലോ മന്ത്രിസഭയിൽ കൂടുതൽ. അതുകൊണ്ട് കോൺഗ്രസ് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് അല്ല, കോൺഗ്രസ് നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായി. എസ്പെഷ്യലി അത് ശരിക്കും പറഞ്ഞാൽ കരുണാകരൻ വേറെ പാർട്ടി ഉണ്ടാക്കി പോയതാണ് ഇവർക്ക് പറ്റിയ ക്ഷീണം. ഈ 3% കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 3%-ൽ 1% മലപ്പുറം ജില്ലയിലാണ്. 1% UDF കൂടുതൽ കിട്ടുന്നതിൽ 1%, ടോട്ടലിൻ്റെ 1% മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ലീഗിൻ്റെ വലിയ കോട്ടകളിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഇവരുടെ ഭൂരിപക്ഷം 5000 വോട്ടിന് ജയിക്കേണ്ട സ്ഥലത്ത് ഇവർ 35,000 വോട്ടിന് ജയിക്കും. അതുകൊണ്ട് എന്താ വിശേഷമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾ ഓവർ കേരള കിട്ടണൊക്കെ വരായിട്ട് ഒരു ഏരിയയിൽ മാത്രമായി പോകും. അതുകൊണ്ട് ഗുണമില്ല. അപ്പോൾ പിന്നെ 2% ഉണ്ടായിരുന്നത്. ആ 2% എൻ്റെ ഒരു അപ്പർ ഹാൻഡ് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കരുണാകരൻ ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കി പോയപ്പോൾ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി 2005. ആ പോയ ആളുകളൊന്നും കരുണാകരൻ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്നില്ല. അവർ ആ വഴിക്ക് പോയി, പണി നിർത്തിപ്പോയി, രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയി. മനസ്സിലായില്ലേ? അത് കോൺഗ്രസ്സിന് ഏൽപ്പിച്ച വലിയൊരു ക്ഷതമുണ്ട്. അതിൽ നിന്ന് ഇന്ന ദിവസം വരെ പാർട്ടിക്ക് കരകയറാൻ പറ്റില്ല. മാത്രമല്ല പല ജില്ലകളിലും കോൺഗ്രസ് ആരും ജയിക്കുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ അസംബ്ലിക്ക് ജയിച്ചിട്ട് കൊല്ലം എത്ര ഇലക്ഷനായി? അങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിൽ ജയിക്കുന്നില്ല, കൊല്ലം ജില്ലയിൽ ജയിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ CR മഹേഷും വിഷ്ണുനാഥും കൂടി 2 സീറ്റ് പിടിച്ചാണ്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തൃശ്ശൂർ ജില്ല സാക്ഷാൽ കരുണാകരൻ്റെ തട്ടകം വരുന്നില്ലേ, പത്തനംതിട്ട UDF കോട്ടയായിരുന്നു. എല്ലാം പോവുകയാണ്. കോട്ടയത്ത് ഈ തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടി ഉള്ളതുകൊണ്ട് ആ 2 സീറ്റ് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നത്തിലാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ ഈ തരൂരിന് ജാതി മത സ്വീകാര്യത മാത്രമല്ല, പുള്ളിക്ക് ജനസാമാന്യത്തിൽ ഈ പറഞ്ഞ പോലെ മാസ് ലീഡർ അല്ലെങ്കിലും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും. മാസ് ലീഡർ എന്ന് വെച്ചാൽ ആളുകളെ ഇങ്ങനെ ഇളക്കി അങ്ങനത്തെ ഒരു നേതാവല്ല. പക്ഷേ സ്റ്റിൽ ശശി തരൂർ എന്ന് പറഞ്ഞാൽ അന്നാണ് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. സംഭവ്യമാണ്. കാരണം രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ ഒരു സാധ്യതകളുടെ ഒരു കലയാണല്ലോ. തരൂരിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിലൊരു സ്വീകാര്യത ഇടത്തരക്കാരുടെ ഇടന്നുണ്ട്. എപ്പോഴും ഈ മിഡിൽ ക്ലാസ്സാണ് ഇതിൻ്റെ ബാലൻസ് ടിൽറ്റ് ചെയ്യുന്നത്. അതിന് LDF സർക്കാരിനോടുള്ള ഒരു വിപ്രതിപത്തി അവിടെ ശരിക്കും ഉണ്ട്. കാരണം 5 കൊല്ലം ഭരിച്ച സർക്കാരിനോട് തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവുമല്ലോ. 10 കൊല്ലം ആകുമ്പോഴത്തേക്കും അത് അതിൻ്റെ പരമകാട്ടയിലെത്തും. പിന്നെ വെൻ കമ്പയർഡ് ടു 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാർ തീരെ ഇന്നെഫക്റ്റീവാണ്. മന്ത്രിമാരൊക്കെ എഫിഷ്യൻ്റാണ്. അവർക്ക് ആർക്കും തന്നെ ഒരു പഴയ G. സുധാകരൻ, തോമസ് ഐസക്ക് അല്ലെങ്കിൽ AK ബാലൻ ആ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. തരൂരിന്റെ വിഷയം നേരത്തെ നമ്മൾ പറഞ്ഞു. തരൂരിന്റെ വിഷയത്തിൽ തരൂര് സുകുമാരൻ നായരുടെ അടുത്ത് പോയി ഒരു ഗ്ലോബൽ നായർ എന്നുള്ളതിൽ നിന്ന് ഒരു കേരളീയ നായർ അതൊക്കെ വെറുതെ തമാശയായിട്ട് കൂട്ടിയത്. തരൂരിനെ അങ്ങനെ വെറും ഒരു തറവാടി നായരായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു NSSന്റെ ഒരു ബാക്കിംഗ് അല്ലെങ്കിൽ ഒരു നായർ എന്ന് അറിയപ്പെടുന്നത് തരൂരിന് ഒരു രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ തരൂരിനെ ഒരു നായരായിട്ട് ബ്രാൻഡ് ചെയ്യാൻ NSS പോലും താല്പര്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, തരൂരിനെ ഇതുവരെയും NSS അംഗീകരിച്ചിരുന്നില്ല. NSS അംഗീകരിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, തരൂരിനെ ആദ്യം മുഖ്യമന്ത്രി അല്ല മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഇയാൾ ഡൽഹി നായരാണ് എന്ന് പറഞ്ഞ് ഇയാളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അന്ന് അവർക്ക് പ്രിയപ്പെട്ട ആൾ KC വേണുഗോപാലായിരുന്നു. വേണുവിനെ മന്ത്രിയാക്കാതെ തരൂരിനെ മന്ത്രിയാക്കി എന്നുള്ളായിരുന്നു അവരുടെ പരാതി. ഇനിയിപ്പോൾ അത് പോയല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട കാര്യം അതാണ്. തരൂരിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതല്ല, അവർ വേണുഗോപാലിനും ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്ന പിന്തുണ പിൻവലിച്ചു. അതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ തരൂരിനെ ഇവർ ബ്രാൻഡ് ചെയ്തോന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് മറ്റേ 2 പേർക്കും കൊടുത്തിരുന്ന ബ്രാൻഡ് റിവോക്ക് ചെയ്തു. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ബ്രാൻഡ് ചെയ്തപ്പോൾ നായറൊന്നും ബ്രാൻഡ് ചെയ്ത രമേശ് ചെന്നിത്തല പിന്നെ നല്ലോണം എണീറ്റ് നിന്നിട്ടില്ല. പിന്നെ പുറകോട്ടായിരുന്നു പോയിരുന്നത്. അതുപോലെ ആവുമോ തരൂരിൻ്റെയും ഭാവി? അങ്ങനെ ആവും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഇതേ സ്വീകരണം പുള്ളിക്ക് എന്താണ് ജിഫ്രി തങ്ങളെ കാണാൻ ചെന്നപ്പോഴും കിട്ടിയല്ലോ. ചെന്നിത്തലക്കോ വേറെ ആർക്കെങ്കിലും അത് കിട്ടുമല്ലോ. അതല്ല അതിൽ പ്രശ്നം ഇതല്ല. ഇത് നമ്മൾ ഈ മരം പറഞ്ഞിട്ട് കാട് കാണാതെ പോരുത്. ഇതിൽ റിയൽ ഇഷ്യൂ എന്ന് വെച്ചാൽ
ഈ UDFൻ്റെ ഏകരക്ഷകൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏകരക്ഷകൻ എന്നുള്ള അല്ലെങ്കിൽ തരൂരിനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അത് തരൂർ തന്നെ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതിൻ്റെ പുറകിൽ നിക്ഷിപ്ത താല്പര്യക്കാരായ നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ പിന്തുണ വർദ്ധിക്കും. ഞാൻ പറഞ്ഞത് അതിനേക്കാളും നിക്ഷിപ്ത താല്പര്യക്കാരൊക്കെ പുറകെ കൂടും. ഇപ്പോൾ കൂടിയിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് പേര് തരൂരിനെ കൊണ്ട് സാധിക്കുള്ളൂ എന്നുള്ള ധാരണയുടെ പുറത്ത് കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഹൈബി ഈഡനാണെങ്കിലും അല്ല നമ്മുടെ ശബരിനാഥനാണെങ്കിലും രാഘവനാണെങ്കിലും പിന്നെ നമ്മൾ പേരറിയാത്ത മറ്റു നേതാക്കന്മാരുണ്ട്. സാധാരണക്കാരായ പ്രവർത്തകരൊക്കെ തരൂരിന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. ആ വിഭാഗക്കാർ മാത്രമേ ഇപ്പോൾ പുള്ളിയുടെ കൂടെ ഓപ്പണായിട്ടുള്ളൂ. പിന്നെ ഉള്ളുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ രണ്ട് ഗ്രൂപ്പുകാരും ആസിറ്റീസ് പുള്ളിക്ക് പിന്തുണ കൊടുത്തിട്ടില്ല. പക്ഷെ ഉമ്മൻചാണ്ടി ഉള്ളുകൊണ്ട് തരൂരിനെ പിന്തുണയ്ക്കുന്നതായിട്ട് കരുതപ്പെടും. ഉമ്മൻചാണ്ടി മാത്രം, ഗ്രൂപ്പല്ല. കോൺഗ്രസ് വലിയ ക്രൈസിസിലാണ്, ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലും കേരളത്തിലും. കോൺഗ്രസ് സത്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തേണ്ട കാര്യം കേന്ദ്രത്തിൽ BJPയും കേരളത്തിലെയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇൻവിൻസിബിൾ എന്ന് പറയാവുന്നൊരു സ്റ്റേജിലെത്തി എന്നുള്ളത് മാത്രമല്ല. ഒരു പാർട്ടിക്ക് അങ്ങനെ അപ്രമാദിത്വം കിട്ടുന്നത് എപ്പോഴും അപകടമാണ്. അത് ഇതുപോലുള്ള പാർട്ടികൾ ഒരു ജനാധിപത്യ പാർട്ടിയല്ല. രണ്ടും പൊട്ടൻഷ്യലി ഫാസിസ്റ്റ് ആയിട്ടുള്ള പാർട്ടികളാണ്. ഒന്ന് ചുവന്ന ഫാസിസമാണ്, മറ്റത് സാഫ്രോനാണെന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് തീരെ ജനാധിപത്യം അനുവദിക്കാത്ത പാർട്ടികളുമാണ്. രണ്ടിലും ഈ പറഞ്ഞ പോലെ ലോക കണ്ടകന്മാരായിട്ടുള്ള നേതാക്കന്മാരുമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ BJP കേന്ദ്രത്തിലും CPM കേരളത്തിലും ജയിച്ചു കഴിഞ്ഞാൽ സംഗതി ഇതിൻ്റെ മൊത്തം സംഗതി മാറും. അപ്പോൾ അത് ആകുന്നു എന്നുള്ളതല്ല, അതിനേക്കാളും ഈ കോൺഗ്രസ് രണ്ട് സ്ഥലത്തും ദുർബലമാകുന്നു എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രതിപക്ഷം ദുർബലമായ പിന്നെ ജനാധിപത്യമില്ല. അപ്പോൾ അതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യം. അതെ, തരൂർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഗതി തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതേ സംഗതി തന്നെയാണ്. ഇനി ഇത് വേറൊരു രീതിയിൽ വർക്കൗട്ട് ആകുന്നതാണ് തരൂരിൽ വരുന്നത്. ഇപ്പോൾ ഈ CPMൻ്റെ ഭരണം ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് ഭയങ്കര അപകടമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിൽ കുറവാണ്. കാരണം കോൺഗ്രസ്സുകാർ ഒന്നിനെ പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അവർക്ക് ആ ചിന്താശക്തിയുള്ളവർ കോൺഗ്രസ്സിൽ ധാരണയിൽ ചേരില്ല. അപ്പോൾ കോൺഗ്രസ്സിലില്ലെങ്കിലും പുറമേ ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്താഗതിക്കാരായിട്ടുള്ള കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ വച്ചു വളർത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ഘടകങ്ങൾ, അതുപോലുള്ള ശക്തികൾ അവർ ഈ കോൺഗ്രസിൻ്റെ ഒരു റിവൈവൽ ആഗ്രഹിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിന് ആ ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്. ഇപ്പോഴത്തെ നേതാക്കന്മാർ പോരാ കോൺഗ്രസ്സിനെ നയിക്കാൻ. കോൺഗ്രസ്സിനെ തിരിച്ച് ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ പാർട്ടിക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു നേതാവ് വേണം. ഇപ്പോൾ BJPക്കാർ അദ്വാനിയെ മാറ്റിയിട്ട് മോഡിയെ കൊണ്ടുവന്ന പോലെ. അദ്വാനി എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ് ഇല്ലേ? എത്രയോ കൊല്ലം ഈ പാർട്ടി ഉണ്ടാക്കിയത് പുള്ളിയാണ്. പക്ഷേ അദ്വാനി പോരാ ഇലക്ഷൻ ജയിക്കാൻ എന്നുള്ളത് ആ സമയപ്പോഴത്തേക്ക് അതിൻ്റെ തിങ്ക് ടാങ്കുകൾക്ക് മനസ്സിലായി. അവർ മോഡി അത് വലിയൊരു ചൂതാട്ടമാണ്. സാധാരണ രീതിയിൽ അദ്വാനിക്ക് പകരം വയ്ക്കാൻ പറ്റൊരു നേതാവേ അല്ല മോഡി. അദ്വാനിയുടെ സ്റ്റേച്ചർ എന്താണ്? മോഡി ഗുജറാത്ത് ഇട്ടവട്ടത്തിന് അപ്പുറത്ത് പോകാത്ത ആളാണ്. സ്റ്റിൽ അതൊരു വലിയ ഗാമ്പിളായിരുന്നു. പക്ഷേ അത് വിജയിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സതീശനാവട്ടെ, ചെന്നിത്തലയാവട്ടെ, മറ്റ് നേതാക്കന്മാരൊക്കെ, ഈവൻ KC ജോസഫ്, തിരുവഞ്ചൂരാണ്, ഇവർ എത്രയോ കൊല്ലമായിട്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെ ഒന്നും വച്ചിട്ട് ഇനിയുള്ള കാലത്ത് കോൺഗ്രസ് ജയിക്കില്ല എന്ന തോന്നൽ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. അപ്പോഴാണ് അപ്പോൾ വേറൊരു നേതാവ് വേണം. അവിടെയാണ് തരൂരിനെ ഇവർ ഇറക്കുന്നത്. അത് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ സംഖ്യയാണെന്നുള്ളത്. അത് ബ്രാൻഡ് സത്യത്തിൽ അതിൽ യാതൊരു കഥയുമില്ല. എന്നെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നത് രണ്ട് കൂട്ടരാണ്. ഒന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്ര അൾട്രാ ഈ ജിഹാദി ഗ്രൂപ്പുകളും, പിന്നെ CPMലെ ഏതാനും ചില ഈ കുബുദ്ധികൾ മാത്രമാണ്. അല്ലാണ്ട് വേറെ ആരും പറയുന്നില്ല. മനസ്സിലായില്ല. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഈ മുസ്ലിം ലീഗിലെയും മറ്റേ പാർട്ടികളിലൊക്കെ നേതാക്കന്മാരായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പാണ്. EK സുന്നി, AP സുന്നി. ഗവൺമെന്റിനെതിരായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് അതെ
ചാനൽ ചർച്ചകളിലൊക്കെ ആ. എന്തെങ്കിലും ഒരു ആന്റി ഗവൺമെന്റ് അല്ലെങ്കിൽ ആന്റി ഇത് ക്രിട്ടിക്കലായിട്ട് പറയാൻ എന്നുള്ള രീതിയിൽ ആണോ താങ്കളെ അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ കാലത്ത് പുള്ളിയുടെ ഈ കെടുതികളെയൊക്കെ നമ്മൾ കഠിനമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. സോളാറിൻ്റെ വിഷയത്തിലാണെങ്കിലും ബാർക്കോഴയിലാണെങ്കിലും ഒക്കെ നിങ്ങൾ പഴയ യൂട്യൂബിലൊക്കെ കിട്ടും. മാണിയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട്. മാണി അവസാനം ഉമ്മൻചാണ്ടി രമേശ് കൂടി എന്താക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോഴും ഇങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു സാധനമാണ് മാണി സാറിന്. മാണി സേഫാണെന്ന് തോന്നുന്നു. ചെന്നിത്തല ഞാൻ പറഞ്ഞു ഇവർ സേഫാണെന്ന് തോന്നിയത് പണ്ടോ പണം വയ്ക്കുന്ന സേഫാണ്. ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുക. അവസാനം മാണി സാറ് കമ്പി പിടിക്കും. കമ്പി പിടിക്കുന്ന സ്റ്റേജിൽ ഉമ്മൻചാണ്ടി പറയും കമ്പി പിടിച്ചോ മാണി സാറ് വളരെ സേഫാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. പുള്ളി ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കിയത്.